KSRTC പുതിയതായി നിരത്തിലിറക്കുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ്സുകളുടെ പ്രദർശനവും മോട്ടോ എക്സ്പോയും ശ്രദ്ധേയമാകുന്നു. തിരുവനന്തപുരം കനകക്കുന്നിൽ ഗതാഗത വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രാൻസ്പോ പ്രദർശനം ഈ ഞായറാഴ്ച വരെ തുടരും. പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഈ പ്രദർശനം കാണാം. വെറൈറ്റി ആനവണ്ടികൾ കാണണോ? നേരെ വച്ചു പിടിച്ചോ കനകക്കുന്നിലേക്ക്. KSRTC പുതുതായി നിരത്തിലിറക്കുന്ന സ്ലീപ്പറുകൾ, സീറ്ററുകൾ, സ്ലീപ്പർ കം സീറ്ററുകൾ, പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറുകൾ തുടങ്ങി എല്ലാ ക്ലാസുകളിലെയും പുത്തൻ ആനവണ്ടികൾ കനകക്കുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നേരിട്ടു കാണാം, വിലയിരുത്താം. KSRTCയുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റാളുകളാണ് മറ്റൊരു പ്രത്യേകത. കനകക്കുന്നിൽ നടക്കുന്ന ട്രാൻസ്പോ എക്സ്പോയിലെ പ്രധാനപ്പെട്ട ആകർഷണീയമായ ഒരു ഭാഗം ഇതാണ്. KSRTCയുടെ ചരിത്രത്തിൽ, അതായത് ആനവണ്ടികളെ ഇഷ്ടപ്പെടുന്നവർ, KSRTC ബസ്സുകളെ ഇഷ്ടപ്പെടുന്നവർ ഈ സ്റ്റാൾ തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം KSRTCയുടെ ചരിത്രത്തിലുണ്ടായിരുന്ന ബസ്സുകളുടെ മിനിയേച്ചറുകളാണ് ഇവിടെയുള്ളത്. പഴയ കാലത്തെ ബസ്സുകളുടെ രൂപങ്ങൾ മുതൽ ഇന്ന് നിരത്തിലോടുന്ന KSRTC ബസ്സുകളുടെ രൂപങ്ങൾ വരെ ഈ സ്റ്റാളുകളിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് KSRTCയായി മാറിയ ചരിത്രം, രാജവാഴ്ചക്കാലത്തെ ആനവണ്ടികളുടെ ചിത്ര പ്രദർശനം, 80കളിൽ തിരുവനന്തപുരം സിറ്റിയിലോടിയിരുന്ന KSRTC ട്രാക്ടർ ട്രെയിലർ, ഏറ്റവും പഴക്കം ചെന്ന R128 നമ്പർ കാട്ടാക്കട നെയ്യാർഡാം ബസിന്റെ മിനിയേച്ചർ തുടങ്ങി ഇന്ന് നിരത്തിലുള്ള എല്ലാ KSRTC ബസ്സുകളുടെ ചെറു രൂപങ്ങൾ വരെ പ്രദർശനത്തിലുണ്ട്. 1965 നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, KSRTC ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ R സീരീസാണ്. R സീരീസിലെ ബസ്സാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ TI, അത് കഴിഞ്ഞ് S മോഡലായി, അങ്ങനെയാണ് നമ്മുടെ സീരിയൽ പോകുന്നത്. അതിൽ ഏറ്റവും പഴയ വാഹനമുണ്ട്, ഏറ്റവും പുതിയ വാഹനമുണ്ട്. പിന്നെ ട്രെയിലറുണ്ട്. അതൊരു പ്രത്യേകതയാണ്. കാരണം പലരും കണ്ടു പരിചയമില്ലാത്തതാണ്. റോഡ് ട്രെയിലർ എന്ന് പറയുന്നത്. ട്രാക്ടർ ട്രെയിലർ എന്നാണ് ഇതിൻ്റെ പേര്. 1980 KSRTC തിരുവനന്തപുരം സിറ്റി യൂണിറ്റിൽ 5 ബസ്സുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് പ്രത്യേകം നമ്മുടെ ക്യാബിൻ പ്രത്യേകം പോർഷനായിട്ട് വരുന്നതാണ്. ട്രെയിനിൻ്റെ മോഡലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലോ ഫ്ലോറിൻ്റെ AC ബസ്സിൻ്റെ മിനിയേച്ചറുണ്ട്. അതിൽ കുറച്ച് നമ്മുടെ ഒരു സ്റ്റാഫ് ചെയ്തതാണ്. കണ്ണൂരുള്ള നമ്മുടെ സനൂപ് എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ് അതിൻ്റെ മിനിയേച്ചറുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ വണ്ടികളോടുള്ള താല്പര്യം കൊണ്ട് പിന്നെ ഓരോ കാറ്റഗറി വണ്ടികളും പിന്നെ ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ നിരത്തിൽ പഴയതും നിരത്തിലിപ്പോൾ ഓടുന്നതും ആയ വണ്ടികൾ ചെയ്യുന്നുണ്ട്. ബസ്സിൻ്റെ എഞ്ചിൻ പ്രവർത്തനം വിശദീകരിക്കുന്ന സ്റ്റാൾ. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. എത്രയും നമ്മൾ ബസ്സിൽ നിന്ന് പോകുന്നു, AC കിട്ട് പോകുന്നു, എന്തുകൊണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നടക്കുന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. മിനിസ്റ്റർ ഒരാശയമാണ് പൊതുജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മളൊരു എഞ്ചിന് വർക്കിംഗ് ഒരു എഞ്ചിൻ്റെ ഒരു മോഡൽ ഇവിടെ ചെയ്തതാണ്. ഒറിജിനലാണ്. വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. സ്റ്റാളുകളെല്ലാം നല്ല നിലവാരത്തിലുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. ബസ്സുകളൊക്കെ പൊളി. പ്രൈവറ്റ് ബസ്സുകളെക്കാട്ടിലൊക്കെ നല്ല സൂപ്പർ നിലവാരവും സാധാ കണ്ടിട്ടുള്ള ഓർഡിനറി KSRTC ബസ്സുകൾ പോലെ അല്ല. കാഴ്ചയിൽ നല്ല മികച്ചൊരു അനുഭവമാണ് തന്നത്. പിന്നെ യാത്രാസുഖം ഇനി യാത്ര ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ ഓൺലൈനിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നമ്മൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 6 സർവീസുകളാണ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ്, സാരഥി, പിന്നെ വാഹൻ അതായത് വെഹിക്കിൾ രജിസ്ട്രേഷൻ, പിന്നെ നമുക്ക് വന്നത് ഈ ചലാൻ, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, പെർമിറ്റ്, ടാക്സ്. അതായത് ഈ ഓരോ ഓപ്ഷനിലും നമുക്ക് എന്തെങ്കിലും സബ് സർവീസസ് വരുന്നുണ്ട്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്തെങ്കിലും സൈറ്റിലേക്ക് പോകും. നമുക്ക് ഗെറ്റ് ചലാൻ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അതിൽ നമ്മളെ ജസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. കാർ, ബൈക്ക്, ബസ്, ട്രക്ക് തുടങ്ങിയ വാഹനങ്ങളും വിന്റേജ് വാഹനങ്ങളും ഭാവിയിലെ ഗതാഗത സാങ്കേതിക വിദ്യകളും പ്രദർശനത്തിലുണ്ട്. വാഹനപ്രേമികൾക്ക് വാഹനങ്ങൾ നേരിട്ടു കാണാനും സവിശേഷതകൾ മനസ്സിലാക്കാനും ടെസ്റ്റ് ഡ്രൈവ് നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി KSRTCയും MVDയും
സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രാൻസ്പോ എക്സ്പോ കിടുക്കുമെന്നുറപ്പ്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.